ഭരണഘടനാപരമായ പ്രശ്നങ്ങളിൽ സുപ്രീം കോടതിക്ക് കാര്യങ്ങൾ ഉപദേശം ചോദിച്ചുകൊണ്ട് എഴുതാനുള്ള ഇന്ത്യൻ പ്രസിഡന്റ് അധികാരം ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു. ദ്രൗപദി മുർമു പ്രസിഡൻഷ്യൽ റഫറൻസുള്ള സുപ്രധാനമായ അധികാരമാണ് രാഷ്ട്രപതി ഉപയോഗിച്ചിരിക്കുന്നത്. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും ഈ അടുത്ത കാലം സുപ്രീം കോടതി സമയപരിധി നിശ്ചയിച്ച കാര്യം ഓർമ്മയുണ്ടല്ലോ. ഇത്തരമൊരു തീരുമാനമെടുക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ടോ എന്നാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ അഥവാ പ്രസിഡൻഷ്യൽ റഫറൻസ് ഉപയോഗിച്ചിട്ട് രാഷ്ട്രപതി ചോദിച്ചിരിക്കുന്നത്. ഭരണഘടനയിൽ ഇല്ലാത്ത സമയപരിധി കോടതിക്ക് എങ്ങനെ നിശ്ചയിക്കാൻ കഴിയും എന്നാണ് ഇന്ത്യൻ പ്രസിഡന്റ് ചോദിച്ചിരിക്കുന്നത്. 14 ചോദ്യങ്ങളാണ് രാഷ്ട്രപതി മുർമു ഇതിൽ ഉന്നയിച്ചിരിക്കുന്നത്. വി ദിലീപ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. ദിലീപ്, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇതിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു കോടതി വിധി വന്നതിന് ശേഷം, പ്രത്യേകിച്ച് സുപ്രീം കോടതി ഇതിലൊരു തീരുമാനമെടുത്തതിന് ശേഷമാണ് ഈ പ്രസിഡൻഷ്യൽ റഫറൻസ് ഉണ്ടായിരിക്കുന്നത്. SKN വളരെ നിർണായകമായ നീക്കമാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ 3 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് നേരത്തെ സുപ്രീം കോടതി ജസ്റ്റിസുമാരായ JB പർദേവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് 415 പേജുള്ള വിധിന്യായത്തിലൂടെ ഗവർണർമാർക്കും രാഷ്ട്രപതിക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരുന്നു. നിയമസഭാ സെക്രട്ടറിമാർക്കടക്കം ഇതിൻ്റെ പകർപ്പുകളും പിന്നീട് നൽകിയിരുന്നതാണ്. സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കൊക്കെ ഈ പകർപ്പുകൾ നൽകിയിരുന്നു. തമിഴ്നാട്ടിലാകട്ടെ ഈ വിധിക്കു പിന്നാലെ 10 ബില്ലുകൾ ഒറ്റയടിക്ക് ഗവർണറുടെ അംഗീകാരമില്ലാതെ തന്നെ നിയമമാവുകയും ചെയ്തു. ഇതിനിടയിലാണ് ഈയിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിയമമന്ത്രി അർജുൻ രാം മേഘ്വാളും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ടത്. തുടർന്നാണ് ഈ പ്രസിഡൻഷ്യൽ റഫറൻസ് എന്ന അധികാരത്തിലൂടെ ഭരണഘടനയുടെ 143 ഒന്നാം വകുപ്പ് പ്രകാരമുള്ള പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള 14 ചോദ്യങ്ങൾ സുപ്രീം കോടതിയോട് രാഷ്ട്രപതി ദ്രൗപദി മുർമു ചോദിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിധിക്കെതിരെ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് പുനഃപരിശോധനാ ഹർജി നൽകാമായിരുന്നു. പക്ഷേ ഹർജി പരിഗണിക്കുന്നത് ഇതേ ജഡ്ജിമാരുടെ ചേംബറിൽ തന്നെ ആയിരിക്കും എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു പ്രസിഡൻഷ്യൽ റഫറൻസിലൂടെ രാഷ്ട്രപതിയുടെ പ്രത്യേക അധികാരത്തിലൂടെ 14 ചോദ്യങ്ങൾ ഉന്നയിച്ച് വ്യക്തത തേടുകയാണ് ഇപ്പോൾ രാഷ്ട്രപതി ചെയ്തിരിക്കുന്നത്. ഭരണഘടനയുടെ 200, 201 വകുപ്പുകൾ പ്രകാരം ഒരു സമയപരിധി ഇക്കാര്യത്തിൽ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് ഇല്ല എന്ന കാര്യം രാഷ്ട്രപതി ഈ പ്രസിഡൻഷ്യൽ റഫറൻസിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല പല കാരണങ്ങൾ കണക്കിലെടുത്താണ്, പല ഘടകങ്ങൾ കണക്കിലെടുത്താണ് ഗവർണർമാരും രാഷ്ട്രപതിയും ഒരു ബില്ലുകളിന്മേൽ വളരെ സുചിന്തിതമായി തീരുമാനം എടുക്കേണ്ടത്. അത് രാജ്യത്തിൻ്റെ അഖണ്ഡത, ഐക്യം, അതോടൊപ്പം തന്നെ നിയമങ്ങളുടെ ഏകീകരണം തുടങ്ങി നിരവധി കാര്യങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അത് ഇനി കണക്കിലെടുക്കേണ്ടതില്ല എന്നാണോ സുപ്രീം കോടതി ഈ വിധിയിലൂടെ വ്യക്തമാക്കുന്നത്? ഭരണഘടനയുടെ 200, 201 വകുപ്പുകൾ പ്രകാരമുള്ള അധികാരം ഇതോടുകൂടി റദ്ദാക്കപ്പെടുകയാണോ? മറ്റൊന്ന് രാഷ്ട്രപതി ചോദിച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഭരണഘടനാപരമായ വ്യാഖ്യാനങ്ങളുള്ള വിഷയങ്ങൾ വരേണ്ടത് ഭരണഘടനാ ബെഞ്ചിന് മുന്നിലല്ലേ? അക്കാര്യത്തിൽ സുപ്രീം കോടതി എന്താണ് വ്യക്തമാക്കാനുള്ളത്? ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഇങ്ങനെ സമയപരിധി നിശ്ചയിക്കുന്നത് അത് ധൃതിപ്പെട്ടൊരു തീരുമാനമെടുക്കുന്നതിനുള്ള നിർദ്ദേശം നൽകുന്നത് നല്ലതാണോ? അക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വ്യക്തത എന്താണ് വരേണ്ടത്? ബില്ലുകൾ നിയമമാകുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളടക്കം ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാകുന്നത് ശരിയാണോ എന്ന കാര്യവും അങ്ങനെ അതടക്കമുള്ള 14 സുപ്രധാന ചോദ്യങ്ങളാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രസിഡൻഷ്യൽ റഫറൻസിലൂടെ ഇപ്പോൾ സുപ്രീം കോടതിയോട് ആരാഞ്ഞിരിക്കുന്നത്. SK. ഓക്കെ, ബി ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാപരമായ ചില ചോദ്യങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. ഭരണഘടന പറയാത്ത കാര്യം, ഭരണഘടന മൗനത്തിലായിട്ടുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതി വിധി കൽപ്പിക്കുന്നത് ശരിയാണോ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ പ്രസിഡൻഷ്യൽ റഫറൻസിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ അഡ്വൈസറി ജൂറിസ്ഡിക്ഷനിൽ സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കും എന്ന് അറിയില്ല. കാരണം ജുഡീഷ്യൽ റിവ്യൂ, അതായത് ഭരണഘടനയെ അന്തിമമായി വിശകലനം ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിയിൽ നിക്ഷിപ്തമാണ് എന്നതുകൊണ്ട് തന്നെ കോടതി എടുക്കുന്ന നിലപാടും വളരെ നിർണായകമായി ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.